ഹായ് എവരിവൺ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫേസേഴ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫേസറിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. സോ എ ഫേസർ ഈസ് എ വെക്ടർ റെപ്രസെൻറ്റേഷൻ ഓഫ് സിൻസോയിഡൽ ഫംഗ്ഷൻ. അതായത് ഒരു സിൻസോയിഡൽ ഫംഗ്ഷനെ വെക്ടറിൻ്റെ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് ഫേസേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. വെക്ടർ എന്ന് പറഞ്ഞാൽ ഏതൊരു ക്വാണ്ടിറ്റിക്കും ഒരു മാഗ്നിറ്റ്യൂഡും ഒരു ഡയറക്ഷനും ഉണ്ടെങ്കിൽ അതിനെ വെക്ടർ എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ നമ്മുടെ കേസിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇപ്പോൾ വെലോസിറ്റി പോലെ ഒരു മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഇല്ല. അതൊരു സിനുസോയിഡൽ ക്വാണ്ടിറ്റിയാണ്, ഒരു ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിയാണ്. പക്ഷെ അതിനെ നമ്മൾ വെക്ടറിനെ എങ്ങനെയാണോ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അതുപോലെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വെക്ടറും ഫേസറും ഒന്നല്ല. പക്ഷെ ഫേസർ എന്ന് പറയുന്നത് സിനുസോയിഡൽ ക്വാണ്ടിറ്റീസിനെ വെക്ടറിൻ്റെ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ഈ ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റീസിനെ പറ്റി പറയുന്ന സമയത്ത് നമ്മളതിൻ്റെ വേവ് ഫോം വരക്കുകയാണ് ചെയ്തത്. അപ്പോൾ വേവ് ഫോം വരക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതിനുശേഷം പിന്നെ നമുക്ക് അല്ലെങ്കിൽ ഇക്വേഷൻ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴും നമുക്ക് ആ ഇക്വേഷൻ കാണുമ്പോൾ ആക്ച്വലി ആ ഒരു ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി എന്താണ്, അതിൻ്റെ ഫേസ് ആംഗിൾ അങ്ങോട്ട് റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ എന്നൊക്കെ നമ്മൾ ആ ഒരു വേവ് ഫോം കാണുന്ന ആ ഒരു എന്താ പറയുക, അത്ര ക്ലാരിറ്റിയോടെ നമുക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ഈ ഫേസർ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഈ ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റീസ്, സിനുസോയിഡൽ ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റീസിനെ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. കുറച്ചും കൂടി നമുക്ക് ആ ഒരു റെപ്രസെൻറ്റേഷൻ കാണുമ്പോൾ തന്നെ ആ ഒരു ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിയുടെ ഒരു നേച്ചർ നമുക്ക് മനസ്സിലാവും. അതുകൂടാതെ നമ്മൾ പറഞ്ഞ പോലെ വെക്ടറിൻ്റെ രീതിയിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. വെക്ടർ എങ്ങനെയാണോ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഫേസർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് വെക്ടർ അഡീഷൻ, വെക്ടറിൻ്റെ സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെയുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷനൊക്കെ വെക്ടറിൽ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ ഫേസറിലും ചെയ്യാനാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെക്ടർ പോലെ സിനുസോയിഡൽ ക്വാണ്ടിറ്റീസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത്രയും മനസ്സിലാക്കുക. ഫേസേഴ്സ് എന്ന് പറഞ്ഞാൽ സിനുസോയിഡൽ ക്വാണ്ടിറ്റീസിനെ വെക്ടർ എങ്ങനെയാണോ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അതുപോലെ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിക്കാണ് പറയുക. രണ്ടാമത്തെ കാര്യം, ഫേസർ വെക്ടർ അല്ല. ഫേസർ എന്ന് പറഞ്ഞാൽ സിനുസോയിഡൽ ക്വാണ്ടിറ്റീസിനെ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക, ഒരു ടെക്നിക്ക് മാത്രമാണ്. നമ്മൾ ഈ ഫേസർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ ഫേസറിൻ്റെ കമ്പ്യൂട്ടേഷൻ, അതായത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് കുറച്ചും കൂടി സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മൾക്ക് ഇനി ഒരു യൂട്യൂബ് വീഡിയോ കാണാം. ഈ ഫേസർ എന്ന് പറഞ്ഞാൽ എന്താണെന്നും എങ്ങനെയാണ് അത് വെക്ടറിൻ്റെ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നതിനെ പറ്റിയിട്ടുള്ളൊരു യൂട്യൂബ് വീഡിയോ കാണാം. ഖാൻ അക്കാദമിയുടെ യൂട്യൂബ് വീഡിയോ ആണ്. അപ്പോൾ അത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും. അതിനുശേഷം നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഇതിൻ്റെ കമ്പ്യൂട്ടേഷനും ഡിഫറെൻറ്റ് റെപ്രസെൻറ്റേഷൻ മെത്തേഡ്സൊക്കെ പറയാം. നമുക്ക് വീഡിയോ പ്ലേ ചെയ്യാം. സൈൻ ആൻഡ് കൊസൈനെ റൊട്ടേറ്റിംഗ് വെക്ടറായിട്ട് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ് വീഡിയോ. നമുക്കിപ്പോൾ ശരിക്കും സൈൻ വേവിൻ്റെ മാത്രം മതി. സിനുസോയിഡൽ ക്വാണ്ടിറ്റീസിനെയാണല്ലോ നമ്മൾ വെക്ടറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ പ്ലേ ചെയ്യാം. Now I'd like to demonstrate one way to construct a sine wave. What we're going to do is we're going to construct something that looks like sine of omega t. So we have our function of time here, and we have our frequency. ഇവിടെ ഫ്രീക്വൻസി എന്ന് ഉദ്ദേശിച്ചത് ആംഗുലർ വെലോസിറ്റീനെ ആംഗുലർ ഫ്രീക്വൻസി എന്നും പറയാറുണ്ട്. അപ്പോൾ അതാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഒമേഗ ആംഗുലർ വെലോസിറ്റി തന്നെയാണ്, 2πf തന്നെയാണ്. Now this little animation is going to show us a way to construct a sine wave. So what I have here, this green line is a rotating vector. And let's just say that the radius of this circle is 1. So here's a vector just rotating slowly around and around. And in the dotted line here, in that yellow dot going up and down, that's the projection. That's the projection of the tip of the green arrow onto the y-axis. And as the vector goes round and around, you can see that the projection on the y-axis is bobbing up and down and up and down. And that's actually going up and down in a sine wave pattern.
So now I'm going to switch to a new animation, and we'll see what that dot looks like as it goes up and down in time. So here's the plot. Here's what a sine wave looks like. As you notice, when the green line goes through 0 right there, let's wait till it comes around again, the value of the yellow line when it goes through 0 is 0. So this yellow line here is a plot of sine of omega t. Now, if I go to a projection, this projection was onto the y-axis, and I can do the same animation, but this time project onto the x-axis, and that'll produce for us a cosine wave. Let's see what that looks like. അപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു സിനുസോയിഡൽ ക്വാണ്ടിറ്റീനെ ഒരു റൊട്ടേറ്റിംഗ് വെക്ടറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക, ഒരു ലൈനായിട്ട്. ആ ലൈൻ റൊട്ടേറ്റ് ചെയ്യും, ആ റൊട്ടേറ്റിംഗ് വെക്ടറായിട്ട് ഒരു സിനുസോയിഡൽ ക്വാണ്ടിറ്റീനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ റൊട്ടേറ്റിംഗ് ഒരു വെക്ടറിനെ നമുക്കൊരിക്കലും വരക്കാനാവില്ലല്ലോ. ഒരു പേപ്പറിൽ വരക്കുമ്പോൾ അതിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാനാവില്ലല്ലോ. നമ്മൾ വരക്കുമ്പോൾ ഫിക്സഡ് ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ പ്രാക്ടിക്കൽ കേസിൽ എങ്ങനെയാണ് ഒരു വെക്ടർ റെപ്രസെൻറ്റ് ചെയ്യുക എന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു വെക്ടർ സൈൻ ഒമേഗ എന്ന് പറഞ്ഞിരിക്കുന്ന സ്പീഡിൽ, ആംഗുലർ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് വൈ ആക്സിസിൽ ഉണ്ടാക്കുന്ന പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഒരു സൈൻ ഒമേഗ ടീൻ്റെ ഫംഗ്ഷൻ ആയിരിക്കും, സിനുസോയിഡൽ ഫംഗ്ഷൻ ആയിരിക്കും എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു സിനുസോയിഡൽ ക്വാണ്ടിറ്റീനെ ഒരു റൊട്ടേറ്റിംഗ് വെക്ടർ വെച്ചിട്ട് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു ആ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് വൈ ആക്സിസിൽ ഉണ്ടാക്കുന്ന പ്രൊജക്ഷൻ എന്ന് പറയുന്നത് സൈൻ വേവ് തന്നെ, സൈൻ വേവിൻ്റെ ഓരോ ഇൻസ്റ്റൻറ്റുള്ള ക്വാണ്ടിറ്റിക്ക് തുല്യമായിരിക്കും. പക്ഷെ അവിടെ ഒരു പ്രശ്നം വന്നത്, അത് ഞാൻ തൊട്ട് മുമ്പേ പറഞ്ഞ പോലെ, നമുക്കൊരിക്കലും റൊട്ടേറ്റ് ചെയ്യുന്നൊരു വെക്ടറിനെ നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു പേപ്പറിലോ അല്ലെങ്കിൽ എനിക്ക് ഈ ബോർഡിലോ റൊട്ടേറ്റ് ചെയ്യുന്നൊരു ക്വാണ്ടിറ്റീനെ വരച്ചു വെക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ആ റൊട്ടേറ്റ് ചെയ്യുന്ന ക്വാണ്ടിറ്റി ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻറ്റിലുള്ള പൊസിഷൻ നമ്മൾക്ക് വരച്ചു വെക്കാനാവും. അതായത് ഓടുന്ന ഫോട്ടോ എടുക്കാനാവില്ല, ഐ മീൻ വീഡിയോ പോലെ നമുക്ക് ഫോട്ടോ എടുക്കാനാവില്ലല്ലോ. പക്ഷെ ആ ഓടുന്ന ഒരാൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻറ്റിലുള്ള പിക്ചർ, ഫോട്ടോ നമുക്ക് എടുക്കാനാവും. അതുപോലെ തന്നെ ഫേസർ നമ്മൾ വരക്കുന്ന സമയത്ത് ഈ റൊട്ടേറ്റിംഗ് വെക്ടറിൻ്റെ ഏതെങ്കിലും ഒരു പൊസിഷനിലുള്ള വെക്ടറാണ് നമ്മൾ വരക്കുക. അത് ഏത് പൊസിഷൻ എന്നാണ് എടുത്തത്. നമ്മൾ കോമൺ ആയിട്ട് 0 പൊസിഷൻ, അതായത് റഫറൻസ്, നമ്മൾ ടൈം 0 ആവുന്ന പൊസിഷനിലുള്ള വെക്ടറിനെയാണ് നമ്മൾ ഫേസറായിട്ട് വരക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ 3 വേവ് ഫോംസ് ഉണ്ട്, സിനുസോയിഡൽ വേവ് ഫോംസ് ആണ്. V1, V2, V3. അല്ലെ V1 എന്ന് പറഞ്ഞാൽ സൈൻ ഒമേഗ ടി, V2 എന്ന് പറഞ്ഞാൽ 3 സൈൻ ഒമേഗ ടി, V3 എന്ന് പറയുന്നത് 2 സൈൻ ഒമേഗ ടി പ്ലസ് 45. ഓക്കെ, ഒമേഗ ടി പ്ലസ് 45. അപ്പോൾ നമ്മൾക്ക് ഇതിനെങ്ങനെ ഒരു ഫേസറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഫേസറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എക്സ് ആക്സിസും വൈ ആക്സിസും വരക്കുക. ഓക്കെ, ഇതാണ് എക്സ് ആക്സിസ്, ഇതാണ് വൈ ആക്സിസ്. വരച്ച് കഴിഞ്ഞാൽ നമുക്കിനി ആദ്യത്തെ വേവ് ഫോം നോക്കാം. V1 സൈൻ ഒമേഗ ടി. ടൈം ഈക്വൽ ടു 0 ആവുമ്പോൾ, അറ്റ് ടൈം ഈക്വൽ ടു 0 V1ൻ്റെ വാല്യൂ എന്തായിരിക്കും? സൈൻ 0 എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. അതായത് വൈ ആക്സിസിൽ ഉണ്ടാക്കുന്ന ആ ഒരു വെക്ടർ വൈ ആക്സിസിൽ ഉണ്ടാക്കുന്ന പ്രൊജക്ഷൻ 0 ആവണം. അങ്ങനെയാണെങ്കിൽ വെക്ടറിൻ്റെ പൊസിഷൻ എങ്ങനെയായിരിക്കണം? വെക്ടർ എക്സ് ആക്സിസിലാവണം. ഇങ്ങനെ ആവണം. ഇങ്ങനെ ആയാൽ മാത്രമല്ല വൈ ആക്സിസിൽ പ്രൊജക്ഷൻ 0 ആവും. ഇവിടെ അപ്പോൾ V1 നമ്മൾ വരച്ചു. V1ൻ്റെ ഫേസർ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണ് വരിക. സൈൻ ഒമേഗ ടീൻ്റെ ഫേസർ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെ വരിക. പക്ഷെ ഒരു വെക്ടറായിട്ടാണല്ലോ, സിനുസോയിഡലിനെ വെക്ടറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണല്ലോ ഫേസർ എന്ന് പറയുക. അപ്പോൾ വെക്ടർ എങ്ങനെയാണോ വരക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കണം ഫേസറും വരക്കുന്നത്. വെക്ടർ വരക്കുമ്പോൾ ഒരു ആരോ ഉണ്ടാവും, ആരോ ടു. പിന്നെ വെക്ടറിന് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അടയാളപ്പെടുത്തണം. നമ്മളിവിടെ എന്ത് മാഗ്നിറ്റ്യൂഡ് അടയാളപ്പെടുത്തുന്നതാണ് അടുത്ത നമ്മൾ പറയാൻ പോകുന്നത്. ഇവിടെ V1 എന്ന് പറഞ്ഞാൽ സൈൻ ഒമേഗ ടി ആണ്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 സൈൻ ഒമേഗ ടി എന്ന് എഴുതിക്കൂടെ?
ഈ 1 എന്ന് പറയുന്നത് എന്താണ്? 1 എന്ന് പറയുന്നതാണ് ഇതിൻ്റെ മാക്സിമം വാല്യൂ അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ മാഗ്നിറ്റ്യൂഡായിട്ട് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡായിട്ട് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡിനെ മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ഇത് എല്ലാ കേസിലും ആംപ്ലിറ്റ്യൂഡ് ആവണമെന്നില്ല. നമ്മൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിൻ്റെ കേസിൽ ആംപ്ലിറ്റ്യൂഡിനെക്കാട്ടിയും കൂടുതൽ റിലവൻസ് എപ്പോഴും RMS വാല്യൂവിനാണ്. വോൾട്ടേജിൻ്റെ RMS വാല്യൂ, കറണ്ടിൻ്റെ RMS വാല്യൂ ആണ് AC ക്വാണ്ടിറ്റിയിൽ മാഗ്നിറ്റ്യൂഡിനെക്കാട്ടിയും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇനി കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ ഈ ആംപ്ലിറ്റ്യൂഡിന് പകരം ചിലപ്പോൾ ഇവിടെ RMS വാല്യൂ വേണമെങ്കിൽ ഡിനോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ RMS വാല്യൂ എന്താണ്? RMS വാല്യൂ VRMS എന്ന് പറയുന്നത് VM/√2 ആണ്. അപ്പോൾ നമ്മൾക്ക് വേണമെങ്കിൽ ഇത് 1 റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് പകരം 1/√2 എന്നും റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. കോമൺലി VRMS ആണ് ഉപയോഗിക്കുക. പക്ഷെ നമ്മളിപ്പോൾ ആംപ്ലിറ്റ്യൂഡാണ് ഡിനോട്ട് ചെയ്യുന്നത് എല്ലാ വെക്ടറിൻ്റെ കേസിലും. ഓക്കെ, നെക്സ്റ്റ് V2ൻ്റെ കേസിൽ നോക്കാം നമുക്ക്. V2 ടൈം 0 ആകുമ്പോൾ 3 sin 0. sin 0 എന്ന് പറയുന്നത് 0. സോ 3 × 0 എന്ന് പറയുന്നത് അഗെയിൻ 0. അപ്പോൾ V2ഉം ഉണ്ടാക്കുന്ന പ്രൊജക്ഷൻ, എവിടെ ഉണ്ടാക്കുന്ന പ്രൊജക്ഷൻ? Y ആക്സിസിൽ ഉണ്ടാക്കുന്ന പ്രൊജക്ഷൻ എന്തായിരിക്കണം? 0 ആയിരിക്കണം. അപ്പോൾ അത് ആ ഫേസറും എവിടെയാണ് ഉണ്ടാവുക? ആ ഫേസറും X ആക്സിസിൽ തന്നെയാണ് ഉണ്ടാവുക. പക്ഷേ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്, ആ ഒരു വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 3 ആയിരിക്കും. നേരത്തെ കേസിൽ 1 ആണ്, ഈ കേസിൽ 3 ആയിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് ഇവിടെ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് വരക്കുക. X ആക്സിസ് തന്നെ ആയിരിക്കും, പക്ഷേ 1നെക്കാട്ടിയും കൂടുതലായിട്ടായിരിക്കും ഉണ്ടാവുക. നിങ്ങളിപ്പോൾ 1 ഇതും 3 ഇതും ആയിരിക്കില്ല, ഇതിൻ്റെ 3 മടങ്ങ് ഉണ്ടാവും. ജസ്റ്റ് ഡിനോട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. മാഗ്നിറ്റ്യൂഡ് 3. ഇനി മൂന്നാമത്തെ വേവ് ഫോം V3. t = 0 ആവുന്ന സമയത്ത് 2 sin 0 + 45 ഡിഗ്രി വരും. അതായത് 2 sin 45 ഡിഗ്രി വരും. അപ്പോൾ sin 45 എന്ന് പറഞ്ഞാൽ 1/√2 ആണ്. sin 45 1/√2 ആണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ആക്ച്വലി 2/√2 വരും, which is equal to √2. അതായത് Y ആക്സിസിൽ ഉണ്ടാക്കുന്ന പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ടൈം = 0 ആകുമ്പോൾ Y ആക്സിസിൽ ഉണ്ടാക്കുന്ന പ്രൊജക്ഷൻ എന്തായാലും 0 അല്ല, സം പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പോൾ അതിനെ നമുക്ക് ഇങ്ങനെ X ആക്സിസിലായിരിക്കില്ല, പോസിറ്റീവ് വാല്യൂ ആയിരിക്കും, അതായത് മുകളിലേക്കായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ ആംഗിൾ 45 ഡിഗ്രി. ആംഗിൾ 45 ഡിഗ്രി. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ആണല്ലോ നമ്മൾ എടുക്കുക. അപ്പോൾ 2 ആയിരിക്കും. ഞാൻ ഈ ഒരു ട്രയാങ്കിൾ മാത്രം ഒന്ന് മാറ്റി വരക്കുകയാണ്. ഇതാണ് നമ്മൾ X ആക്സിസ്, ഇതാണ് വെക്ടർ, ഇത് 45 ഡിഗ്രി. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇത് ഈ ഒരു സൈഡ് 2 ആണ്. അതിന് ഞാൻ ഇങ്ങനെ വെക്കാണ് 90 ഡിഗ്രി. ഇപ്പോൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളായി. ഇതിൻ്റെ Y ആക്സിസ്, ഇതാണ് Y ആക്സിസ് വരിക. Y ആക്സിസിൽ ഉണ്ടാക്കുന്ന പ്രൊജക്ഷൻ എന്തായിരിക്കണം? ഈ Y ആക്സിസിൽ ഉണ്ടാക്കുന്ന പ്രൊജക്ഷൻ നമുക്ക് കിട്ടിയ √2 ആയിരിക്കണം. അപ്പോൾ ഈ ഒരു ലെങ്ത് തന്നെ ആയിരിക്കില്ലേ ഈ ഒരു ലെങ്ത്? ഓക്കെ, അപ്പോൾ ഈ ഒരു ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കുക? ഇത് 45 ആണ്, ഇതിൻ്റെ ഹൈപ്പോട്ടിന്യൂസ് 2 ആണ്. അപ്പോൾ sin 45 ഡിഗ്രി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓപ്പോസിറ്റ് സൈഡ്. നമുക്ക് ഈ ഒരു സൈഡിന് A എന്ന് പേര് കൊടുക്കുക. A / 2 ആയിരിക്കും. 2 എന്ന് പറയുന്നത് ഹൈപ്പോട്ടിന്യൂസ്. സോ A എന്ന് പറയുന്നതാണ് Y ആക്സിസിൽ ഉണ്ടാക്കുന്ന പ്രൊജക്ഷൻ. ഇവിടെ ഉണ്ടാക്കുന്ന പ്രൊജക്ഷനാണ് A. അപ്പോൾ A = 2 × sin 45. 2 × 1/√2 = √2. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലായി? നമ്മൾ ഫേസർ വരക്കുക,
എപ്പോഴും അതിൻ്റെ 0th ഇൻസ്റ്റൻറ്റിൽ, അതായത് ടൈം ഈക്വൽ ടു 0 ആകുമ്പോഴുള്ള ആ റൊട്ടേറ്റിംഗ് വെക്ടറിൻ്റെ എന്താ നമ്മൾ ഫോട്ടോ എടുത്ത പോലെ അങ്ങനെ ഫോട്ടോ എടുത്ത് വെക്കുന്നതാണ് ഈ ഫേസർ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേസിൽ നിങ്ങൾക്ക് വേറെ ഒന്നും കൂടി ചെക്ക് ചെയ്യാവുന്നത് ഫേസറിൻ്റെ വൈ ആക്സിസിൽ ഉണ്ടാക്കുന്ന ആ ഒരു പ്രൊജക്ഷൻ എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് സിനുസോയിഡൽ ക്വാണ്ടിറ്റി ടൈം ഈക്വൽ ടു 0ൽ ഉണ്ടാക്കുന്ന വാല്യൂവിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനിയും കൂടുതൽ ഫേസേഴ്സ് വരക്കേണ്ടി വരും. അപ്പോൾ കൂടുതൽ ഇതിനെപ്പറ്റി ഐഡിയ കിട്ടും. ഇവിടെ ഒരു 7 സിനുസോയിഡൽ വോൾട്ടേജിൻ്റെ ഇക്വേഷൻസ് എഴുതിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു 7 വോൾട്ടേജിൻ്റെയും നമുക്ക് അതിൻ്റെ ഫേസ് ഡയഗ്രാം വരക്കാം. പുറത്ത് മഴ നല്ലോണം പെയ്യാണ്, ചെറിയൊരു സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അപ്പോൾ വോളിയം ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കേൾക്കാൻ ശ്രമിക്കാം. ഇതിൽ ഒന്നാമത്തേത്, ഞാനിത് അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമ്മൾ തൊട്ട് കഴിഞ്ഞ കേസിൽ ഇതിനെപ്പറ്റി അത്യാവശ്യം എക്സ്പ്ലനേഷൻ തന്നതാണ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. ഫേസേഴ്സ് വരക്കണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും വേണം. അപ്പോൾ എക്സ് ആക്സിസ് വൈ ആക്സിസും വരയ്ക്കാം. ഒന്നാമത്തെ വേവ് ഫോം 2 sin ωt പ്ലസ് 30 നമ്മൾ തൊട്ട് മുമ്പത്തെ കേസിൽ +45 വന്നേരം മുകളിലേക്ക് ഷിഫ്റ്റ് ആവുകയോ ചെയ്ത്, അതുകൊണ്ട് +30 എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? ഇങ്ങനെ വരും. ആംപ്ലിറ്റ്യൂഡ് 2 ആംഗിൾ 30 ഡിഗ്രി. ഇത് V1. V2 3 sin ωt മൈനസ് 60 ഡിഗ്രി. +30 ഡിഗ്രി മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ -60 ഡിഗ്രി എങ്ങോട്ടേക്ക് വരും? താഴേക്ക് വരും. അപ്പോൾ 3 ആണ്. 2വിനെക്കാട്ടിയും കുറച്ചധികം വരക്കുക. മാഗ്നിറ്റ്യൂഡ് 3. ഇത് 60 ഡിഗ്രി. ഞാനിവിടെ -60 ഡിഗ്രി എന്ന് അടയാളപ്പെടുത്താത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഡയറക്ഷൻ പോസിറ്റീവ് ആണെങ്കിൽ ഈ ഒരു ഡയറക്ഷൻ നെഗറ്റീവ് ആയിരിക്കും. അണ്ടർസ്റ്റുഡ് ആണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് 60 ഡിഗ്രി എന്ന് മാത്രമേ അടയാളപ്പെടുത്തുള്ളൂ. കാരണം ഇത് 60 ഡിഗ്രി ആണല്ലോ ഈ ആംഗിൾ. പക്ഷെ ഡയറക്ഷൻ -60 ഡിഗ്രി ആയതുകൊണ്ട് താഴേക്കാണ് വരിക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, നമ്മൾ ഇത് വരച്ചു. ഇനി V3 ഈക്വൽ ടു 3 cos ωt. ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ സൈൻസോയിഡൽ ഫങ്ഷൻസ് എടുക്കുന്നുണ്ടെങ്കിൽ എല്ലാം സൈനിലേക്ക് മാറ്റണം. അപ്പോൾ ഒന്ന് മാത്രം കോസിലേക്ക് മാറ്റിയിട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതിനെങ്ങനെ സൈനിലേക്ക് മാറ്റും? ഈക്വൽ ടു 3 sin ωt പ്ലസ് 90 ആണെന്ന് പറഞ്ഞു. അതായത് സൈൻ ഫംഗ്ഷൻ്റെ 90 ഡിഗ്രി അഡ്വാൻസ് ചെയ്തിട്ടാണ്, ലീഡിങ് ആയിട്ടായിരിക്കും കോസ് ഉണ്ടാവുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണത്. അപ്പോൾ അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കഴിഞ്ഞ ക്ലാസ് പോയിട്ടൊന്ന് നോക്കാം. അപ്പോൾ V3 ഈക്വൽ ടു 3 sin ωt പ്ലസ് ആണ്. അതുകൊണ്ട് ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ് വരിക, കൗണ്ടർ ക്ലോക്ക് വൈസ്. ഇത് ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇത് കൗണ്ടർ ക്ലോക്ക് വൈസ്. ഓക്കെ, അപ്പോൾ ഇത് ഇതാണ് V3. മാഗ്നിറ്റ്യൂഡ് 3 ആയിരിക്കും. ആംഗിൾ 90 ഡിഗ്രി പ്ലസ് 90 ആണ്. അതുകൊണ്ട് ഇനി V4 എന്ന് പറയുന്നത് 5 cos ωt പ്ലസ് 45 ഡിഗ്രി. ഈ കേസിൽ ഞാൻ പറഞ്ഞു കോസ് ആണ്, അപ്പോൾ അതിനെ അഗൈൻ സൈനിലേക്ക് മാറ്റണം. അപ്പോൾ 5 sin ωt പ്ലസ് 90, അതിൻ്റെ കൂടെ ഒരു 45 ഡിഗ്രി കൂടി. അപ്പോൾ 90 പ്ലസ് 45 എന്ന് പറയുന്നത് 135 ആയിരിക്കും. അപ്പോൾ പ്ലസ് 135 ഡിഗ്രി. അപ്പോൾ അങ്ങനെ ഒരു 93 പ്ലസ് 135 എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു 45 ഡിഗ്രി കൂടി വരും. അപ്പോൾ 5 ഇങ്ങനെ വരും. V4 മാഗ്നിറ്റ്യൂഡ് 5 ആംഗിൾ 135 ഡിഗ്രി. ഓക്കെ, ഇനി V5 എന്ന് പറയുന്നത് 3 sin ωt മൈനസ് 45. അപ്പോൾ മൈനസ് എന്ന് പറയുമ്പോൾ താഴേക്കാണ് വരിക. അപ്പോൾ ഇങ്ങനെ വരും. മാഗ്നിറ്റ്യൂഡ് V5ൻ്റെ മാഗ്നിറ്റ്യൂഡ് 3 തന്നെയാണ്. ആംഗിള്
45 ഡിഗ്രി 45 ഡിഗ്രി. ഓക്കെ, ഇത് ഏതായിരുന്നു? -60 വരുന്നത് V2 അല്ലേ? സോ V2. അപ്പോൾ V6 എന്ന് പറയുന്നത് 3 sin 2 ωt plus 30 ഡിഗ്രി. ഇത് നോക്കുക, ഇവിടെ V6 എന്ന് പറയുന്നത് 3 sin 2 ωt ആണ്. ഒമേഗ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 2πf ആയിരുന്നു. ഓക്കെ, ഇവിടെ 2 ωt ആണ്. അതിന്റെ അർത്ഥം ഈ ഒരു വേവ് ഫോം V4 V5 V4 V3 V2 V1 ആ കേസിലൊക്കെ ഒമേഗ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 1 ωt ആണ്. ഇതും sin 1 ωt, ഇതും sin 1 ωt. ഇവിടെ എത്തുമ്പോൾ 2 ωt ആയി. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഈ ഒരു V1 മുതൽ V5 വരെയുള്ള ഈ ഒരു സിൻസോയിഡൽ ക്വാണ്ടിറ്റീസിന്റെ ഡബിൾ ഫ്രീക്വൻസിയിലുള്ള ക്വാണ്ടിറ്റി ആയിരിക്കും V6ഉം V7ഉം. അതായത് ഇതിനിപ്പോ 50 ഹെർട്സ് ആണ്. നിങ്ങൾ അസ്യൂം ചെയ്യുക ഈ V5 എന്നുള്ളത് 50 ഹെർട്സിലുള്ള ഒരു സിൻസോയിഡൽ ക്വാണ്ടിറ്റി ആണെങ്കിൽ ഇത് 100 ഹെർട്സിലുള്ള സിൻസോയിഡൽ ക്വാണ്ടിറ്റി ആയിരിക്കും. അതായത് ഇതിന്റെ ഫ്രീക്വൻസിയും രണ്ടാണ്. അതായത് V1 V2 V3 V4 V5 ഒരേ ഫ്രീക്വൻസിയിലുള്ള സിൻസോയിഡൽ വേവ് ഫോംസ് ആണ്. ഫേസ് ആംഗിളിനൊക്കെ വ്യത്യാസമുണ്ട്, പക്ഷെ ഫ്രീക്വൻസി ഒന്നായിരുന്നു. പക്ഷെ V6ഉം V7ഉം ഡിഫറെന്റ് ഫ്രീക്വൻസിയാണ്. ഇപ്പോൾ V5 50 ഹെർട്സ് ആണെങ്കിൽ V6 100 ഹെർട്സ് ആയിരിക്കും, V7 150 ഹെർട്സ് ആയിരിക്കും. 150 ഹെർട്സ് ആയിരിക്കും, 3 മടങ്ങ്, നേരത്തിലുള്ളതിന്റെ 3 മടങ്ങായിരിക്കും. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് വെച്ചാൽ, ഇതൊരിക്കലും മറക്കരുത്. ഇത് ഇന്റർവ്യൂസിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള, ലാബ് എക്സാം വൈവക്കോ അങ്ങനെ നിങ്ങൾക്ക് ഒരു ജോലിക്കൊക്കെ പോകുമ്പോൾ ഇന്റർവ്യൂസിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഫേസർ വരക്കുന്ന സമയത്ത് അങ്ങനെ വരക്കുന്ന എല്ലാ സിൻസോയിഡൽ ക്വാണ്ടിറ്റീസിന്റെയും ഫ്രീക്വൻസി സെയിം ആയിരിക്കണം. നമ്മൾക്കൊരിക്കലും 50 ഹെർട്സ് ഉള്ള ഒരു സിൻസോയിഡൽ ക്വാണ്ടിറ്റിയുടെയും 100 ഹെർട്സ് ഉള്ള വേറൊരു സിൻസോയിഡൽ ക്വാണ്ടിറ്റിയുടെയും ഫേസർ ഒന്നിൻ്റെ ഉള്ളിൽ തന്നെ വരക്കാനാവില്ല. കാരണം ഇവിടെ നമ്മൾ V1ഉം V2ഉം V3ഉം V4ഉം V5 ഒക്കെ ഒറ്റൊരു ഫേസർ ഡയഗ്രത്തിനുള്ളിൽ തന്നെയാണ് വരച്ചിട്ടുള്ളത്. ഈ ഫേസർ ഒക്കെ ഒറ്റൊരു ഫേസർ ഡയഗ്രത്തിനുള്ളിലാണ് വരച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെ വരച്ചിരിക്കുന്ന ഫേസർ ഡയഗ്രത്തിനുള്ളിൽ വരച്ചിരിക്കുന്ന എല്ലാ ഫേസറിന്റെയും ഫ്രീക്വൻസി സെയിം ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഒറ്റൊരു ഇതിൽ വരക്കാൻ പറ്റുന്നത്. നമുക്ക് വേണമെങ്കിൽ V6ന് 2 ωt ഫ്രീക്വൻസി ഉള്ള വേറെ കുറെ വേവ് ഫോം ഉണ്ടെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ V6നെ വരക്കാം. 3 ωt ഫ്രീക്വൻസി ഉള്ള വേറെ കുറെ വേവ് ഫോം ഉണ്ടെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് V7നെ വരക്കാം. പക്ഷെ ഒരു ഫേസർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ കുറെ ഫേസേഴ്സ് കൂടുന്നതാണല്ലോ. ആ ഒരു ഫേസറിന്റെ ഒക്കെ ഫ്രീക്വൻസി സെയിം ആയിരിക്കണം. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫ്രീക്വൻസി സെയിം ആയിരിക്കണം ഒരു ഫേസർ ഡയഗ്രത്തിന്റെ കേസിൽ. നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി ഇവിടെ ഒരു മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഫേസ് ആംഗിൾ പ്ലസ് ആണെങ്കിൽ എങ്ങനെ ഷിഫ്റ്റ് വരിക? കൗണ്ടർ ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ക്ലോക്കിന്റെ സൂചി പോകുന്ന ഡയറക്ഷനെയാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയാ. കൗണ്ടർ ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ അതിന്റെ സൂചി പോകുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷൻ. പോസിറ്റീവ് ആണ് ഫേസ് ആംഗിൾ എങ്കിൽ ഇപ്പോൾ +30 ആകുമ്പോൾ കൗണ്ടർ ക്ലോക്ക് വൈസിലാണ് ആംഗിൾ പോവുക. ഇവിടെ +90 കൗണ്ടർ ക്ലോക്ക് വൈസിലാണ് V3 വന്നത്. +135 അഗൈൻ കൗണ്ടർ ക്ലോക്ക് വൈസിലാണ് V4 വന്നത്. ഇനി ഫേസ് ആംഗിൾ നെഗറ്റീവ് ആണെങ്കിൽ ക്ലോക്ക് വൈസ് ആയിരിക്കും. അപ്പോൾ ഫേസ് ആംഗിൾ പോസിറ്റീവ് ആണെങ്കിൽ കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിരിക്കും. ഫേസ് ആംഗിൾ നെഗറ്റീവ് ആകുമ്പോൾ ക്ലോക്ക് വൈസ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർമ്മിച്ച് വെക്കുക. നിങ്ങൾക്ക് ഇത് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. ഫേസർ ഡയഗ്രാം വരക്കണമെങ്കിൽ എല്ലാ ഫേസറിന്റെയും ഫ്രീക്വൻസി സെയിം ആയിരിക്കണം. ഫേസ് ആംഗിളിന്റെ കേസിൽ ഫേസ് ആംഗിൾ പോസിറ്റീവ് ആണെങ്കിൽ +30 എന്നൊക്കെ ആണെങ്കിൽ എക്സ് ആക്സിസ് നിന്ന് കൗണ്ടർ ക്ലോക്ക് വൈസിൽ 30 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് അവിടെ ആയിരിക്കും ആ ഫേസർ വരിക. -30 ആണെങ്കിൽ എക്സ് ആക്സിസ് നിന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും ആ ഒരു ആംഗിള് വരിക, ആ ഒരു ഫേസർ വരിക. അത് രണ്ടാമത്തെ കാര്യം. ഒന്നാമത്തെ കാര്യം ഇത് രണ്ടാമത്തെ കാര്യം. ഇനി
മൂന്നാമത് നിങ്ങൾ ഓർമ്മിക്കേണ്ടത്, നമുക്ക് ജസ്റ്റ് ഈ ഒരു കേസ് നോക്കാം. V1ഉം V2ഉം നോക്കാം. V1ഉം V2ഉം ഈ രണ്ട് ഇതിന്റെ കേസിൽ ഏത് സിനുസോയിഡൽ ക്വാണ്ടിറ്റിയാണ് ലീഡ് ചെയ്യുന്നത്? V1 ആണോ V2 ആണോ? ലീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അതായത് ഒരു ക്വാണ്ടിറ്റി ഇങ്ങനെയും ഒരു ക്വാണ്ടിറ്റി ഇങ്ങനെയുമാണെങ്കിൽ ഇതാണ് ലീഡിങ്, ഇതാണ് ലാഗിങ്. അതിൻ്റെ അർത്ഥം ഈ പ്ലസ് വരുന്നതായിരിക്കും ലീഡ് ചെയ്യുന്നുണ്ടാവുക. കാരണം ലെഫ്റ്റ് ഷിഫ്റ്റ് വരുമ്പോൾ നമ്മൾ പ്ലസ് ആണെന്ന് പഠിച്ചു, ഓർമ്മയില്ലേ? അപ്പോൾ പ്ലസ് ആകുന്ന ഇതായിരിക്കും V1 ആയിരിക്കും ലീഡ് ചെയ്യുന്നുണ്ടാവുക V2വിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, അല്ലേ? ഓക്കെ. അപ്പോൾ ഈ ഒരു കേസിൽ അപ്പോൾ V1ഉം V2 ഫേസർ ഡയഗ്രത്തിന്റെ കേസിലേക്ക് നോക്കാം. V1 ഇവിടെയാണ്, V2 ഇവിടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫേസർ ഡയഗ്രത്തിൽ നിന്ന് ഏത് ഫേസറാണ്, ഏത് സിനുസോയിഡൽ ക്വാണ്ടിറ്റിയാണ് ലീഡിങ്, ഏത് സിനുസോയിഡൽ ക്വാണ്ടിറ്റിയാണ് ലാഗിങ് എന്ന് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ കൗണ്ടർ ക്ലോക്ക് വൈസിൽ പോവുക. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മനസ്സിലാവും V2നെക്കാട്ടിയും കൗണ്ടർ ക്ലോക്ക് വൈസിൽ മുകളിലാണ് V1 ഉള്ളത്. അങ്ങനെയാണെങ്കിൽ V1 ലീഡ്സ് V2 ആയിരിക്കും. ഓർമ്മിക്കുക, V1 ലീഡ്സ് V2 ആയിരിക്കും. കാരണം V2ന്ന് കൗണ്ടർ ക്ലോക്ക് വൈസ് പോയാലാണ് V1 എത്തുക. അപ്പോൾ V1 ലീഡ്സ് V2 ആയിരിക്കും. അപ്പോൾ ചില ആൾക്കാർക്ക് സംശയം തോന്നാവുന്നത് കൗണ്ടർ ക്ലോക്ക് വൈസ് തന്നെ പോകണമെന്നില്ലല്ലോ, നമുക്ക് വേണമെങ്കിൽ ക്ലോക്ക് വൈസിലും പോയിക്കൂടെ V1ലേക്ക് എത്താൻ? V2ന്ന് V1ലേക്ക് ക്ലോക്ക് വൈസിലും പോയി എത്താം. പക്ഷെ ഏറ്റവും ഷോർട്ടസ്റ്റ് ഏതാണ്? കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. ഇതൊരു ടെക്നിക്കാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. ഇപ്പോൾ V2നെക്കാട്ടി കൗണ്ടർ ക്ലോക്ക് വൈസിലാണ് V1 ഉള്ളത്. അങ്ങനെയാണെങ്കിൽ V1 ലീഡ്സ് V2 ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പറയാം V2 ലാഗ്സ് V1 എന്ന് പറയാം. ഇനി V2ഉം V5ഉം എടുത്താലോ? V2ഉം V5ഉം എടുത്താൽ കൗണ്ടർ ക്ലോക്ക് വൈസിൽ V5 ആണ് മുകളിലുള്ളത്. അതുകൊണ്ട് V5 ലീഡ്സ് V2 എന്ന് പറയാം. ഓക്കെ. ഇനി V1ഉം V3ഉം എടുത്താൽ V3 ലീഡ്സ് V1. V1ഉം V4ഉം എടുത്താൽ V4 ലീഡ്സ് V1. V2ഉം V4ഉം എടുത്താൽ V4 ലീഡ്സ് V2. ഓക്കെ. അപ്പോൾ കൗണ്ടർ ക്ലോക്ക് വൈസിൽ ഏതാണോ മുകളിലേക്കുള്ളത് അതിനെ നമ്മൾ ലീഡിങ് എന്ന് പറയും. അത്രയേ ഉള്ളൂ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സിനുസോയിഡൽ ഇക്വേഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് ഇക്വേഷനിൽ ഫേസർ ഡയഗ്രാം വരക്കുകയാണ് ചെയ്തത്, ഫേസേഴ്സിനെ വരക്കുകയാണ് ചെയ്തത്. നമ്മൾക്ക് ഈ കേസിൽ ആദ്യം ഫേസർ ഡയഗ്രത്തിൽ കുറേ ഫേസേഴ്സ് തന്നിട്ടുണ്ട്. ഈ ഫേസേഴ്സിൻ്റെ സിനുസോയിഡൽ ഇക്വേഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് ഇക്വേഷൻ ഫോം ചെയ്യാം. അതിൽ ഒന്നാമത്തേത് V1 ഇതൊരു സിനുസോയിഡൽ ക്വാണ്ടിറ്റി ആണ്, എല്ലാവർക്കും അറിയാം. സോ സൈൻ ഒമേഗ ടി എഴുതി. നമുക്ക് ഫസ്റ്റ് ഒരു ഫേസർ കാണുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന രണ്ട് ഡീറ്റെയിൽസ്. ഒന്ന്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡിൽ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. ആ ഇക്വേഷൻ്റെ ആ ഒരു വേവ് ഫോമിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണെന്ന് മനസ്സിലാവും. അത് കൂടാതെ ഫേസ് ആംഗിളും മനസ്സിലാവും. ഈ കേസിൽ എക്സ് ആക്സിസ് തന്നെയാണ്, എക്സ് ആക്സിസുമായിട്ട് ഒരു ആംഗിളും ക്രിയേറ്റ് ചെയ്യുന്നില്ല, 0 ഡിഗ്രി ആണ്. അപ്പോൾ സൈൻ ഒമേഗ ടി തന്നെയായിരിക്കും. പിന്നെ ഉള്ളത് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് √2 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ √2 എന്ന് എഴുതി. ഇത് നമ്മളെ ആംപ്ലിറ്റ്യൂഡ് തന്നെയാണ് ഇവിടെ മാഗ്നിറ്റ്യൂഡായിട്ട്, ഫേസറിൻ്റെ മാഗ്നിറ്റ്യൂഡായിട്ട് കൊടുക്കണം നിർബന്ധമില്ല, RMS വാല്യൂ ആവാം. നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നു അത് ആംപ്ലിറ്റ്യൂഡ് ആണെന്ന്. അപ്പോൾ ഒന്നാമത്തെ വേവ് ഫോമിൻ്റെ ഇക്വേഷൻ കിട്ടി. രണ്ടാമത്തെ വേവ് ഫോം V2ൻ്റെ ഇക്വേഷൻ ആംപ്ലിറ്റ്യൂഡ് 7, സൈൻ ഫംഗ്ഷൻ ആണ് സൈൻ ഒമേഗ ടി. ഇനി ഇത് എക്സ് ആക്സിസുമായിട്ട് ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എത്ര ആംഗിളാണ് ഇത്? 180 ഡിഗ്രിയിലാണ് ഉള്ളത്, അല്ലേ? ഈ ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. സോ ഇനിയുള്ളത് +180 ആണോ -180 ആണോ? നമുക്ക് വേണമെങ്കിൽ +180 എന്ന് എഴുതാം, -180 എന്ന് എഴുതാം. കാരണം ഇങ്ങനെയാണ് പോകുന്നുണ്ടെങ്കിൽ, അതായത് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ നമുക്ക് +180 എന്ന് എഴുതാം. ഇനിയല്ല നിങ്ങൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എടുത്തത്
എങ്കിൽ -180 എന്നും എഴുതാം. 2 എഴുതിയാലും ആ വേവ് ഫോമിന് ഒരു മാറ്റം ഉണ്ടാവില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വേവ് ഫോം വരച്ച് നോക്കാം. നിങ്ങൾക്ക് മൈനസ് ആയാലും പ്ലസ് ആയാലും ഒരേ വേവ് ഫോം തന്നെയായിരിക്കും. നെക്സ്റ്റ് V3 മൈനസ് ആയാലും പ്ലസ് ആയാലും ഒരേ വേവ് ഫോം തന്നെയായിരിക്കും. എന്തുകൊണ്ടാണ്? ആംഗിൾ 180 ഡിഗ്രി ആയതുകൊണ്ടാണ്. ബാക്കി ആംഗിളിൻ്റെ കേസിൽ അങ്ങനെ ആവണമെന്നില്ല. V3 എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസുമായിട്ട് ഇവിടെ ഒരു 45 ഡിഗ്രി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ എത്രയായിരിക്കും ആംഗിൾ? ഇവിടെ മാത്രം 45, ഇവിടുന്ന് ഇവിടെ വരെ 180 ഉണ്ട്. സോ 180 + 45 എന്ന് പറയുന്നത് 225. നമ്മൾ ഡയറക്ഷൻ എങ്ങനെ എടുത്തത്? ഡയറക്ഷൻ ഇങ്ങനെ എടുത്തത്, കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ് ഡയറക്ഷൻ എടുത്തത്. അതുകൊണ്ട് നമുക്ക് V3 = V3ൻ്റെ ആംപ്ലിറ്റ്യൂഡ് 3 sin ωt 180 + 45, അതായത് ഇവിടം വരെ 180, അവിടുന്ന് 45, അപ്പോൾ പ്ലസ് 225 ഡിഗ്രി, പ്ലസ് 225 ഡിഗ്രി. ഇനി ഇത് ഈ ഒരു ഫോമിൽ അല്ലാതെയും നമുക്ക് ഇക്വേഷൻ എഴുതാം. എങ്ങനെ? എക്സ് ആക്സിസിൽ നിന്ന് നമ്മൾ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എടുത്തുകൊണ്ടാണ് പ്ലസ് 225 വന്നത്. നമുക്ക് വേണമെങ്കിൽ ക്ലോക്ക് വൈസും എടുക്കാമല്ലോ. അപ്പോൾ ക്ലോക്ക് വൈസ് ആയിരുന്നു എടുത്തതെങ്കിൽ എത്ര വരും? 90 പ്ലസ് ഇത് 45 ആണെങ്കിൽ ഇതും 45 ആയിരിക്കും. അപ്പോൾ 90 + 45, 90 + 45 135 വരും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇക്വേഷൻ 3 sin ωt 135 ഡിഗ്രി എന്ന് എഴുതാം. ഇവിടെ ക്ലോക്ക് വൈസിൽ എടുത്തതുകൊണ്ട് മൈനസ് ആക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും ആക്ച്വലി ഒരേ വേവ് ഫോം തന്നെ റെപ്രസെൻറ്റ് ചെയ്യും. ഇനി V3 ആയി. V4 നോക്കാം. V4 20 ഡിഗ്രിയാണ്, ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ 4 sin ωt -20 ഡിഗ്രി താഴേക്കാണ് വരിക, -20 ഡിഗ്രി. V4 അഗെയിൻ V5 90 ഡിഗ്രിയാണ്, ക്ലോക്ക് വൈസ് ആണ്. സോ ആംപ്ലിറ്റ്യൂഡ് 2 sin ωt -90 ഡിഗ്രി. V6 എന്ന് പറയുന്നത് y ആക്സിസിന് 10 ഡിഗ്രി. സോ എക്സ് ആക്സിസ് നോക്കുകയാണെങ്കിൽ 90 + 10, അപ്പോൾ 100 ഡിഗ്രി വരും. ഡയറക്ഷൻ എടുത്തത് കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മാർക്ക് ചെയ്തിട്ടില്ല, 5 ആണെന്ന് അസ്യൂം ചെയ്തോളൂ. സോ 5 sin ωt +100 ഡിഗ്രി. ഈ ഒരു സെഷനിൽ ഫേസറിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇനി അടുത്ത സെഷനിൽ അതിൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനും കാര്യങ്ങളും പഠിക്കാം. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാവരും ഒന്നും കൂടി മനസ്സിരുത്തി പഠിക്കുക. ഇത് അടുത്ത സെമ്മിലൊക്കെ ആവശ്യമുള്ളതാണ്. കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു സെഷൻ മനസ്സിലായിരിക്കും.